ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഞാനും സൈബും ഒക്കെ റെഡിയായി എങ്ങോട്ടേക്കാണ് പോകുന്നത് നീക്കിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. ഇപ്പോൾ സമയം 5 മണിയായിട്ടായത്. അപ്പോൾ ഈ ലഗേജൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് ഈ ലഗേജിൽ നമ്മളെ ഡ്രസ്സ് ഉണ്ട്, അതേപോലെ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡ് ഉണ്ട്. അതുപോലെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാമൻ്റെ വീട് കൊല്ലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു വെക്കേഷനിൽ പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ആ ടൈം കഴിഞ്ഞില്ല, അതുകൊണ്ട് നമ്മളിപ്പം പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. നമുക്ക് 6:55 രാവിലെ 6:55 ട്രെയിനിലാണ് പോകുന്നത്. നമ്മളിപ്പം തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കൂടെ ഇച്ചാപ്പയും ഇഞ്ഞാമയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്ര പേരായിട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിതാ സ്റ്റേഷനിലെത്തിയിട്ട് ഇവരെ നമ്മളിവിടെ ഇറക്കി കഴിഞ്ഞിട്ട് ഞാനും ഉപ്പയും കൂടി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയത്. കാരണം നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ അവരുള്ള സ്ഥലത്തേക്ക് പോവാം. കണ്ണൂർ തിരുവനന്തപുരം ജൻശതാബ്ദി എക്സ്പ്രസ് നമ്മുടെ ട്രെയിനാട്ടോ പോയി വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടൊക്കെ പോകുന്നത്? അങ്ങനെ എന്താ ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ നിൽക്കുന്നത്. നമ്മൾ D4 ആണ്. അപ്പോൾ D4 എവിടെയാണെന്നാണ് ഇപ്പോൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് D4 കണ്ട് നമ്മളിതാ ട്രെയിനിലേക്ക് കയറാൻ പോവാണ്. അൽഹംദുലില്ലാ. സിബു കണ്ണട ഊരിക്കാളെ. അപ്പം ഗൈസ് നമ്മുടെ ഇച്ചാപ്പി ഇഞ്ഞാമ്മ നമ്മൾ ട്രെയിനിൽ കയറി കേട്ടോ. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവർക്ക് ട്രെയിൻ മിസ്സായി. അപ്പോൾ നമ്മൾ തൊട്ട ബാക്കിലുള്ള ട്രെയിനാണ് അവർ വന്നത്. അപ്പോൾ നമ്മളപ്പോൾ കയറിയത്. അപ്പോൾ നമുക്ക് സീറ്റ് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ തൽക്കാലം നമ്മൾ അങ്ങനെ തന്നെ ഇരുന്ന്. പിന്നെ നമുക്ക് വിശന്നപ്പോൾ രാവിലെ ഒന്നും കഴിക്കാണ്ടല്ലോ വന്നപ്പോൾ രാവിലെ തന്നെ ഒരു തേനാലി മുട്ടായി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേനാലി മുട്ടായി തിന്നാൻ തുടങ്ങി കേട്ടോ. അതെങ്കിലും തിന്ന് നമുക്ക് വിശപ്പെടുക്കുക. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചായ ഒക്കെ കുടിക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ തിന്നുന്നത്. അപ്പോൾ ഇതിനേക്കും നെക്സ്റ്റ് സ്റ്റേഷൻ എത്തിയപ്പം ഞങ്ങളെന്താക്കി ഉമ്മയും ഉപ്പ ഇരുന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സീറ്റിലേക്ക് മാറിയിരുന്നു. അവിടെ ആരും ഇല്ലേനും. ഇനിയിപ്പോൾ ആരെങ്കിലും വരാണെങ്കിൽ തന്നെ നമ്മളെ സീറ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് മാറിയിരുന്നത്. അതാണ് നമുക്കൊന്നും കൂടി കംഫർട്ട്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഫാമിലി തന്നെ ആകുമ്പം നമുക്ക് എല്ലാത്തിനും ഒന്നും കൂടി നല്ലതാണല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ മാറിയിരുന്നത്. അതാകുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇത് അവളുടെ പുതിയ ഹെഡ്സെറ്റ് അങ്ങോട്ടൊക്കെ തുറന്നെടുത്തിട്ടോ. അപ്പോൾ പുതിയതാണെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കിയത് കൊണ്ടാണ് ഇത്രയും സൂം ചെയ്തെടുക്കുന്നത്. അവൾ പാട്ട് കേൾക്കാൻ വേണ്ടി ഹെഡ്സെറ്റ് എടുത്തപ്പോൾ എനിക്കും കോളായി. അപ്പോൾ ഇന്ത്യയിൽ ഹെഡ്സെറ്റ് ഇല്ല. അപ്പോൾ ഞാൻ എന്താക്കി സനുവിൻ്റെ അനിയൻ്റെ നിന്ന് കടം വാങ്ങിയിട്ടോ. അങ്ങനെ അവൻ കൊണ്ടുവന്ന ഹെഡ്സെറ്റ് ഞാൻ അങ്ങോട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് എടുത്തപ്പോൾ മോക്കും സൈബുവിനും കോളായി. അപ്പോൾ ഞാനൊരു ചെവി ഓളയിലും ഒരു ചെവി ഇന്ത്യയിലും കുത്തിയിട്ട് നമ്മൾ കാണാൻ നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ സ്വയം ഒറ്റയ്ക്ക് കാണാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കാണുന്നതൊരു K-ഡ്രാമയാണ്. അപ്പം എന്നെപ്പോലെ K-ഡ്രാമ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അത് നമ്മൾ സീരീസൊക്കെ കണ്ട് തീരുമ്പോഴത്തേക്കും അതിൽ കൂടെ കോഫി പോയപ്പം നമ്മളെല്ലാവരും കൂടി ഒന്ന് കുടിക്കാൻ കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല. അപ്പം നമ്മൾ കോഫി വാങ്ങി. എല്ലാവർക്കും കോഫി വേണ്ടി ഒരു കോഫി, ചായ വേണ്ടി ഒരു ചായ ഒക്കെ വാങ്ങി കുടിക്കാം കേട്ടോ. ചായയുടെ കൂടെ നമ്മൾ സ്നാക്സ് ആയിട്ട് നമ്മളൊന്നും വാങ്ങിയില്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പം തന്നെ നമ്മൾ ബേക്കറി ഐറ്റംസൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്പെഞ്ച്, നുറുക്ക് അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാണ്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഓറഞ്ച് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ഈ ചായൻ്റെ കൂടെ നമ്മൾ കൊണ്ടുവന്ന സ്പെഞ്ചും കൂട്ടിയാണ് എല്ലാവരും കഴിച്ചത്. നല്ലൊരു സ്പെഞ്ച് ആയിരുന്നു. അപ്പോൾ ആ സ്പെഞ്ചും ചായയും കുടിച്ച് നമ്മുടെ രാവിലത്തെ തൽക്കാലത്തെ വിശപ്പ് അങ്ങോട്ടൊക്കെ നമ്മൾ അടുക്കി. പിന്നെ നമുക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ വാങ്ങാമല്ലോ. ഇത് തീരാത്ത ട്രെയിനാണ് കണ്ടോ, കുറേ ഉണ്ടത്. ഇരുന്ന് ബോറടിച്ചപ്പോൾ പിന്നെ അതിലൂടെ പോയപ്പോൾ ഒരു ലേസ് വാങ്ങിട്ടോ. നമ്മൾ ബിങ്കോൻ്റെ #ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേസാണ് വാങ്ങിയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ലേസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ആ ലേസ് അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിച്ച് പിന്നെ പുറത്തേക്ക് നോക്കിയിരുന്ന് കുറേ കാഴ്ചകൾ കണ്ടിരിക്കുക. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ഫോൺ കാണുക, ഗെയിം കളിക്കുക. ഇതൊക്കെ തന്നെ ആയിരുന്നു മെയിൻ പരിപാടി എന്ന് പറയൽ. ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ അവൾക്കും വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് അവളും ഇതാ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ ഫോണുമ്പോൾ കളിക്കും. ഇങ്ങനെ തന്നെ നമ്മൾ ഉച്ചവരെ ടൈം നമ്മൾ ഒപ്പിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സേബുട്ടി ഉറങ്ങിട്ടോ. ഓൾ രാവിലെ തൊട്ടേ ഉറങ്ങിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഓൾ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ അവളിങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കും.
അങ്ങനെ അവൾ ഉറങ്ങിയ തക്കത്തിന് പിന്നെ നമ്മളെന്താക്കി എല്ലാവരും കൂടി ഒന്ന് ലൂഡോ കളിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ബോറടിച്ചിരിക്കല്ലേ, അപ്പോൾ എന്തായാലും ലൂഡോ കളിക്കാൻ വെച്ച് ഞാനും നീതാട്ടിയും അതേപോലെ സൺടനും ലൂഡോ കളിക്കാൻ നിന്ന് കേട്ടോ ഓൺലൈനിൽ. ഇപ്പോൾ ലൂഡോ കളിക്കുമ്പോൾ കുറേ ടൈം അങ്ങനെ പോകും. അങ്ങനെ കളിച്ച് ലുഡോൻ്റെ വിന്നർ ഞാനാണ് ലുഡോ ജയിച്ചത്. അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. കാരണം ഞാൻ ഇതുവരെ വരെ കൂടെ കളിക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് കിട്ടലേ ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ഫസ്റ്റ് എനിക്ക് സനു ഞാൻ ജയിച്ചു നീതാ ഞാൻ ജയിച്ചു നീതാട്ടിയെ ഞാൻ ജയിച്ചു. സെയ്ബ് ഇപ്പം കഴിയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പം ഇങ്ങനെ ഓരോ സ്റ്റേഷൻ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ട്രെയിൻ നിർത്തുന്നതനുസരിച്ച് ഇപ്പം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അപ്പം അവൾക്കും പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കരിയുന്നത്. അവൾക്ക് ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്നു, ഫോണിന്മേൽ കളിച്ച് മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കരിയുന്നത്. പക്ഷേ എൻ്റെ അമ്മക്കാണെങ്കിൽ അത് ഭയങ്കര പേടിയാണ്, അവളിങ്ങനെ പുറത്തേക്ക് പോകുന്നതൊക്കെ. അങ്ങനെ ലാസ്റ്റ് അവളെ കരിച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് എടുത്തിട്ട് അവളെ കൈമ കൊടുത്തു, അത് തിന്നിരിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്കൊരു സ്വഭാവമുണ്ട് ഈ ഓറഞ്ചിൻ്റെ ഈ തൊലി എടുത്തിട്ട് കണ്ണിലാക്കുന്നത്. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര വിറ്റാണ്. അങ്ങനെ എല്ലാവരുടെ കണ്ണിലേക്കും നാരങ്ങൻ്റെ തോടെടുത്തിട്ട് അവൾ പോകും ഇങ്ങനെ ആക്കാൻ. അപ്പോൾ പിന്നെ അവൾ കഴിക്കുന്ന കണ്ടപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഓരോ നാരങ്ങയൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങിയേ. അങ്ങനെ സെയ്ബൂനെ നാരങ്ങ ഓള് തിന്നാണ്ട് ഓൾ എല്ലാവർക്കും ഊരി വെച്ച് കൊടുക്കണം. ഓരോരുത്തരുടെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാവർക്കും കൊടുത്തതിൻ്റെ ശേഷമാണ് ലാസ്റ്റ് അവൾ കഴിക്കാൻ വേണ്ടി തുടങ്ങിയ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൂടെ സമൂസ അതേപോലെ വടയൊക്കെ കൊണ്ടുപോയിട്ട്, അപ്പോൾ നമ്മളൊന്നും കഴിച്ചില്ലല്ലോ വെച്ചിട്ട് നമ്മൾ സമൂസയും വടയും ഓരോരുത്തർക്ക് വാങ്ങി. നല്ല രസമുള്ള ഫുഡായിരുന്നു കേട്ടോ സമൂസയും വടയൊക്കെ. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് നമുക്ക് ഒരു ഇതിൽ വടയും കറിയൊക്കെ ആയിട്ടായിരുന്നു കിട്ടി. അതേപോലെ കഴിച്ച വാങ്ങിയ, പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ അതിന് വടക്കൊരു ചട്നി ആയിരുന്നു വരുന്നത്, ഭയങ്കര എരിവുള്ളൊരു ചട്നി. അതുകൊണ്ട് സെയ്ബോന് അച്ചേക്കാണ് വടയൊക്കെ കൊടുത്തത്. പിന്നെ സമൂസ ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു, നല്ല നെരിച്ചലുണ്ടായിരുന്നു. വെജാണ് എന്നാലും നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒന്നും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് സമൂസേനെ കാത്തുനിന്നപ്പം. കൊല്ലത്ത് നമ്മൾ ഇറങ്ങുന്നവരെ പിന്നെ ഒരു സമൂസ ഇതുവരെ വന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സമൂസ, നല്ല വടിയായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് വയറിനൊരു കംപ്ലയിൻറ്റ് വരില്ല എന്നാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ തിന്നുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവളുടെ പേപ്പർ സോപ്പ് എടുത്ത് കഴുകിയേക്കാൻ പോവാണ്. അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചൊക്കെ തരുന്നത്. ഈ പേപ്പർ സോപ്പ് കൊണ്ട് നടക്കലാണ്. അങ്ങനെ അവൾ കഴിയൊക്കെ കഴുകി വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഒരു ഓറഞ്ച് എടുത്ത് തിന്നു കേട്ടോ, അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താ വെച്ചാൽ ഭയങ്കര ദാഹമുണ്ട്. അപ്പോൾ ഈ ഓറഞ്ച് തിന്നുമ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട്. അത് കഴിച്ചിട്ടാണ് എല്ലാവരും ഓറഞ്ച് ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുന്നത്. അതൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ഒന്ന് ഉറക്കം തോന്നിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഉറങ്ങി, പിന്നെ നീതാട്ടിയൊക്കെ ഉറങ്ങി. നമ്മൾ പിന്നെ ഒന്ന് കുറച്ച് ഉറങ്ങി എണീറ്റ് കേട്ടോ. എല്ലാവരും പിന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് സെയ്ബൂനൊക്കെ വേണമെന്ന് പറഞ്ഞപ്പം ഉള്ളത് പറയാലോ ഒരു ടേസ്റ്റും ഇല്ലാത്ത ഐസ്ക്രീമാണ്. ഞാൻ വെറുതെ അവൾ കഴിക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, ഒരു രസവും ഇല്ല. പക്ഷേ 50 ഉറുപ്പ്യേൻ്റെ ഐസ്ക്രീമുമാണ്, അതിന് ഒരു ഇതും അലിഞ്ഞൊക്കെ പോയിക്കുന്നത്. പിന്നെ അവൾ വാങ്ങിയ ആ ഒരു ഫ്ലോയിൽ അവൾ കുറച്ച് തിന്നിട്ട് ബാക്കി പിന്നെ എനിക്ക് തന്നു. പിന്നെ ഞങ്ങൾ എന്താക്കി വലിച്ചു തന്നത് ഐസ്ക്രീമൊക്കെ തന്നെ അമ്മ പായൊക്കെ തന്നു. ഓക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സാധനം പിന്നെയും ലേസൊക്കെ വാങ്ങി വരുന്നു കേട്ടോ. അപ്പോൾ ഈ പച്ച ലേസ് തിന്ന് മടുത്തിട്ട് എനിക്ക് ഈ ലേസ് വേണ്ടാന്ന് ഇപ്പനെ തിരിച്ചു കൊടുത്ത്. അപ്പോൾ ഇപ്പം എന്തൊക്കെയാ പച്ച കൊണ്ടുപോയിട്ട് ചോപ്പ് ബിങ്കോ പോയി വാങ്ങിക്കൊണ്ടു കേട്ടോ. അതായിരുന്നു പിന്നെയും ടേസ്റ്റുള്ള. അങ്ങനെ നമ്മൾ പിന്നെയും ലേസ് എല്ലാവരും പച്ചയും ചോപ്പും ലേസും ഒക്കെ എല്ലാവരും തിന്നങ്ങോട്ട്. ലേസ് തിന്ന് കഴിഞ്ഞതിൻ്റെ ബേക്കിൽ പിന്നെ നമ്മളെല്ലാവരും ഒരു തേനാലി മുട്ടായിട്ട് തിന്നു കേട്ടോ. ഞാനൊരു വാട്ടർ ഈറ്റിന് ഇൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്ക് നമ്മൾ ട്രെയിനിന്ന് ഓരോ സാധനങ്ങൾ അല്ലറ ചില്ലറകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. എത്തിയോ? എവിടെ എത്തിയ? ഏത് സ്റ്റേഷനിൽ? നമ്മളെവിടെയൊക്കെ പോകുന്നത്? മറന്നുപോയോ? നമ്മൾ കൊല്ലം എത്തി. അങ്ങനെ ഫൈനലി നമ്മൾ കൊല്ലം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം 2 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മൾ എത്തി. അങ്ങനെ നമ്മൾ എത്തി എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഫ്രഷ് ആവാൻ പോയ സമയത്ത് കളിക്കുന്ന സെയ്ബുവിൻ്റെ കോപ്രായ കളികളാട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫ്രഷ് ആയി നേരെ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ബസ് ഉണ്ട് പക്ഷെ നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് വീട്ടിൽ എത്തിയിട്ട് കാണും ഇനി.
അപ്പോൾ ഗൈസ് നമ്മളിതാ ഫൈനലി മാമിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ മാമി തന്ന തണുത്തോളം വലിച്ചു കുടിക്കട്ടെ, നല്ല ദാഹമുണ്ട്, പൊരിഞ്ഞ വെയിലത്തിനാണല്ലോ നമ്മൾ വരുന്നത്. അങ്ങനെ ഞാൻ ഉമ്മനോട് ഒരു ഗ്ലാസ്സും കൂടി പാർന്ന് കുടിക്കുകയാണ്. ഇതാണ് എൻ്റെ മാമി. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇതാ ബിൻസിനോടൊക്കെ ഇതാ തോരാണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളിനിപ്പോൾ ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നമ്മളിതാ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞ് ഒരു അപ്പളായിട്ട് ഒരു ആശ്വാസം കിട്ടിയാണ്. നമ്മൾ രാവിലെ തൊട്ട് ഇരിക്കുന്നുണ്ട്, നല്ലോണം ഫ്രഷൊക്കെ ആയി. ഇപ്പം മാമി ഇതവിടെ അടിപൊളി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബിരിയാണി വട്ടിക്കുന്നതൊന്ന് പോയി നോക്കാം. അപ്പം അടിപൊളി ദം ബിരിയാണിയാണ് മാമി ഉണ്ടാക്കുന്നത്. നല്ല മണം മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സൈബൂനാണ് വേഗം ചോറ് കൊടുത്തത്. വിശപ്പ് കാരണം നല്ലോണം അവൾ വേഗം ഫുഡ് കഴിച്ചിട്ടുണ്ട്. സൈബുമോൾ കഴിച്ചതിൻ്റെ വേക്ക് തന്നെ പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പം ഇച്ചാപ്പയും ഞാൻ ഇവിടെ എത്താനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ വരുമ്പോഴത്തേക്കും നമ്മളും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പം കൊല്ലത്തേക്കുള്ള എൻ്റെ ഈ ഒരു വ്ളോഗ് ഇപ്പം കഴിഞ്ഞപ്പോൾ പാർട്ട് 2 കൊല്ലം പാർട്ട് 2 വ്ളോഗ് ഞാൻ അടുത്ത തന്നെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നേക്കും. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.